അമ്മേ മഹാമായി. ചായ കുടിക്കൂ. എവിടെയാ ഒപ്പിടേണ്ടത്? ഇവിടെ. വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളാ എനിക്കിപ്പോ പറയാനുള്ളത്. പറഞ്ഞോളൂ മാഡം. വരൂ. ഇനി മേലിൽ തൃപ്പങ്ങോട് ക്ഷേത്രത്തിന്റെയും ക്ഷേത്രഭരണത്തിന്റെയും കാര്യങ്ങളില് ചില വ്യവസ്ഥകൾ ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഇപ്പൊ തന്നെ അതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ഇനി കൂടുതലായിട്ട് വ്യവസ്ഥകളിലുള്ളത് അത് മുഴുവൻ തൃപ്പങ്ങോട് തറവാടിന്റെ സ്വകാര്യ സമ്പത്തായിട്ടാ അല്ലേ? അതെ. ക്ഷേത്രവക ഭൂമിയുടെയും അതിനകത്തുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഇതര സമ്പത്തുകളുടെയും, അതായത് സ്വർണം, രത്നം ഘടിപ്പിച്ച വാളുകൾ, കിരീടങ്ങൾ, അങ്ങനെയുള്ളവയുടെയും ഉടമസ്ഥാവകാശം കാരാൺമക്കാരായ തൃപ്പങ്ങോട്ട് തറവാട്ടിലുള്ളവർക്കാണ്. പ്രത്യേകിച്ചും ഗൃഹനാഥന്. അയാൾക്ക് കീഴിൽ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ക്ഷേത്രകാര്യ സമിതി വേണമെങ്കിൽ ആവാം. ഇതാണ് ആ വ്യവസ്ഥ. അതെ, ആ വ്യവസ്ഥ വേണം നമുക്ക് മാറ്റാൻ. തൃപ്പങ്ങോട്ട് അമ്പലം നമുക്കൊരു ട്രസ്റ്റ് ആക്കണം. 7 or 9 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ട്രസ്റ്റ്. അതിൽ ഞാനും എന്റെ കുട്ടികളും കൂടി അംഗങ്ങളായിരിക്കും. ഒപ്പം കരക്കാരിൽ പ്രമുഖരായ മറ്റു ചിലരും അംഗങ്ങളായിരിക്കണം. അതായിരിക്കണം വ്യവസ്ഥ. അതുകൊള്ളാം. നല്ല ആശയമാണ് മാഡം. എങ്കിൽ വേഗം അതിനൊരു ബൈലോയും മറ്റു വ്യവസ്ഥകളും തയ്യാറാക്കി കൊച്ചുവക്കീൽ എനിക്കൊരു കടലാസ് തരൂ. എല്ലാം ഒത്തുവന്നാൽ ഉടൻ തന്നെ നമുക്ക് ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാം. ശരി മാഡം, ഞാൻ റെഡിയാക്കിയിട്ട് വീണ്ടും വരാം. അല്ല, താനെന്താ ഇവിടെ? സോറി, തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ലീഗൽ അഡ്വൈസറാണ് ഞാൻ. സുഭദ്ര മാഡത്തിനെ കൊണ്ട് ചില ഡോക്യുമെന്റ്സ് ഒപ്പിടിക്കാനുണ്ടായിരുന്നു. ഓ, എന്താണാവോ ഡോക്യുമെന്റ്സ്? സോറി സർ, എന്റെ കക്ഷി ഞാനുമായി നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഡോ വക്കീലെ, അവള് തന്റെ കക്ഷി മാത്രമല്ല, എന്റെ ഈ മേഘനാഥന്റെ ഭാര്യ കൂടിയാ. അത് താൻ മറക്കരുത്. കണ്ടാലേ അറിയാം കുറച്ച് പഠിച്ചതിന്റെയും ഇംഗ്ലീഷ് പറയുന്നതിന്റെ അഹങ്കാരം തനിക്കുണ്ടെന്ന്. ഒന്ന് മാത്രം താൻ മനസ്സിലാക്കിക്കോ, താനൊക്കെ എത്ര ഒളിച്ചു വച്ചാലും ഒടുവിൽ ഇതെല്ലാം ഭരിക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും, ഈ മേഘനാഥൻ. അന്ന് താൻ ഇതുപോലെ ഈ ഫയലുകളും കൊണ്ടുവന്ന് എന്റെ വിളികൾക്ക് കാതോർത്ത് നിൽക്കും. ദാ ഈ മുറ്റത്ത് തന്നെ. സോറി സർ, അത് വേണ്ടിവരും തോന്നില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മനസ്സിലായില്ലെങ്കിൽ തുറന്നു പറയാം. എന്നെ സുഭദ്രമ്മയുടെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയോ മിസ്റ്റർ മേഘനാഥന്? തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെ ഭാഗമായ തൃപ്പങ്ങോട് ക്ഷേത്രത്തിന്റെ കോടിക്കണക്കായ രൂപയുടെ സകലമാന സ്വത്തുക്കളും ഒരു ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റാൻ സുഭദ്ര മാഡം തീരുമാനിച്ചിരിക്കുന്നു. ട്രസ്റ്റോ? ആരോട് ചോദിച്ചിട്ടാ? അയ്യോ, അത് സ്വന്തം ഭാര്യയോട് ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിന്റെ സ്വത്തുവകകൾ ഇക്കണ്ട കാലമൊക്കെയും ഈ കുടുംബത്തിന്റെ നാഥന്റെ മാത്രം അധീനതയിലും അവകാശത്തിലുമായിരുന്നു. അതിന് മാറുകയാണ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെടുത്ത് കളിക്കാനാവാത്ത വിധം. ക്ഷേത്ര സ്വത്തുക്കളിനി ഒരു സ്വകാര്യ സ്വത്തല്ല എന്നർത്ഥം. അപ്പൊ പോട്ടെ, പോയിട്ട് ചില അത്യാവശ്യങ്ങളുണ്ട്.
ആഹാ, എത്തിയോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ സുഭദ്രേ, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടായിരുന്നോ? ഉണ്ട്. എനിക്ക് ഈശ്വരിയമ്മയെ കാണണം, ഉടൻ തന്നെ. തീർത്തു കഴിഞ്ഞ് കുഴിച്ചിടാൻ നിൽക്കരുത്. പണ്ട് വാസുദേവൻ മുങ്ങാങ്കുഴിയിട്ട് സന്തോഷത്തോടെ മരിച്ചൊരു കായലില്ലേ, അവിടെ കെട്ടിത്താഴ്ത്തിയാൽ മതി. അതെന്താ ഇപ്പോ ഇത്രയ്ക്ക് അത്യാവശ്യം? അത്യാവശ്യമുണ്ട്. അന്ന് ഉടവാൾ പ്രതിഷ്ഠയുടെ അന്നും പിന്നെ കഴിഞ്ഞ ദിവസവും അമ്മ എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഏതോ ഒരു ഭയം കാരണം അമ്മയ്ക്കത് പറയാൻ കഴിഞ്ഞില്ല. എനിക്കാണെങ്കിൽ ഈശ്വരി അമ്മയിൽ നിന്നും അത് അറിയാത്തതുകൊണ്ട് മനസ്സിനകത്തൊരു വെപ്രാളമാണിപ്പോ. എന്തോ ഒരു ആപത്ത് ചുറ്റും കറങ്ങി നടക്കുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥ. സുഭദ്ര, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ഈ സമയത്ത് ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അത് കുഞ്ഞിനെ ബാധിക്കില്ലേ? അതാ മോനെ ഞാനും പറയുന്നത്. എന്തിനാ ഇപ്പൊ ഈശ്വരിയമ്മയെ കണ്ടിട്ട്? അതമ്മേ, എനിക്ക് ഈശ്വരിയമ്മയുടെ വീട് വരെ ഒന്ന് പോണം. അവരെ കാണാഞ്ഞിട്ട് എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ. എന്താണെന്നറിയില്ല, എന്തോ വല്ലാത്തൊരു സംഭ്രമവും സങ്കടവും എല്ലാം കൂടെ. എന്റെ മോളെ, നീ മാസം തികഞ്ഞിരിക്കുന്ന പെണ്ണാ. ഈ സമയത്ത് ഇത്തരം അനാവശ്യ യാത്രകളും നന്നല്ല. അത്ര അത്യാവശ്യമാണെങ്കിൽ ഈശ്വരിയമ്മയെ കാണാൻ നമുക്ക് വേറെ വഴിയുണ്ടാക്കാം. എന്താ, അതുപോരെ? അല്ല, അത് പിന്നെ ഒരു പിന്നെയുമില്ല. മോള് വാ, വന്ന് കിടക്ക്. ഈശ്വരിയമ്മ വരും. ഉടനെ തന്നെ ഞങ്ങൾ നിനക്ക് ഈശ്വരിയമ്മയെ കാണിച്ചു തരുന്നുണ്ട്. വാ വാ. തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെ ഭാഗമായ തൃപ്പങ്ങോട് ക്ഷേത്രത്തിന്റെ കോടിക്കണക്കായ രൂപയുടെ സകലമാന സ്വത്തുക്കളും ഒരു ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റാൻ സുഭദ്ര മേഡം തീരുമാനിച്ചിരിക്കുന്നു. ഇല്ല, ഒരിക്കലും ഞാൻ ഇതിനെ സമ്മതിക്കില്ല. മേഘനാഥൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. മേഘനാഥ, നീ എന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? പുകച്ചു തള്ളുന്നുണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമേ ഉള്ളൂ, പ്രശ്നം മാത്രം. നമ്മൾ ഈ കണ്ട കളികളൊക്കെ കളിച്ച് എന്തിനാ ഇവിടെ എത്തിയെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? നമ്മൾ അനുഭവിക്കാനുള്ളത് ചതിച്ചു നേടിയെടുത്ത് ആ സ്വത്തിന്റെ, ആ ഭാരിച്ച നിധിശേഖരത്തിന്റെ ബലത്തിൽ അംശാധികാരിയായി വിലസുന്ന തൃപ്പങ്ങോട്ട് വാസുദേവനെ വീഴ്ത്തി ആ അധികാര കസേരയിൽ നീയും ഞാനും നിന്റെ സന്തതി പരമ്പരകളും വാഴുന്നതിനു വേണ്ടി തന്നെയാ നമ്മൾ ഈ കളികളൊക്കെ കളിച്ചത്. ആ ലക്ഷ്യമൊക്കെ ഇനിയൊരു സ്വപ്നമായി മാത്രം മാറാൻ പോവുക. ഒരു പാഴ് സ്വപ്നം മാത്രം. പാഴ് സ്വപ്നോ? എന്താ നീ പറയുന്നത്? അതിനു മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? തൃപ്പങ്ങോട്ട് സുഭദ്ര തമ്പുരാട്ടി കുടുംബ വക്കീൽ പത്മനാഭദാസന്റെ മകനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. എന്തിനാണെന്നോ? എന്റെ അച്ഛന്റെ ജീവന്റെ വിലയായി ഇവിടത്തെ നിധിശേഖരങ്ങളെല്ലാം ഒരു ട്രസ്റ്റിന്റെ പേരിലാക്കാൻ. അതോടെ തീരുവല്ല. പിന്നെ തൃപ്പങ്ങോട് കുടുംബത്തിലെ ആർക്കും ക്ഷേത്ര സ്വത്തുവകകളിൽ വ്യക്തിപരമായ അവകാശങ്ങൾ ഇല്ലാതെയാകും. ദൈവമേ, ചതിച്ചോ? നീ എന്തൊക്കെയാ പറയുന്നേ? സത്യം. ഞാൻ ആ വക്കീലിനെ ഇപ്പൊ കണ്ടിരുന്നു. അയാള് പറഞ്ഞതാ ഇതല്ല. സുഭദ്ര എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഉടനെ തന്നെ അത് നടക്കും. ഇല്ല, അതൊരിക്കലും നടക്കാൻ പാടില്ല. അത് നടന്ന പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.
ആത്മഹത്യ അതിനേക്കാൾ നല്ലത്. ഇല്ലമ്മേ, ഇവിടെ വേണ്ടത് ആത്മഹത്യയല്ല, ഹത്യയാണ്. ഈ തീരുമാനം നടപ്പിലാക്കാൻ പോകുന്ന സുഭദ്രയുടെ മരണം വക്കീലുമായി ചേർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ അവൾ അതിൽ ഒപ്പുവെക്കണം. അതിനവളുടെ വിരലുകൾ അനക്കാൻ അവൾക്ക് ജീവനുണ്ടാവില്ല. ഇപ്പൊ തന്നെ നമ്മൾ കരുതി വച്ചിരിക്കുന്ന വിഷം കൊണ്ടുപോയി ഞാൻ അവളുടെ വാ പിളർന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവാ. ഒരക്ഷണം പോലും പിന്നെ അവള് ജീവിച്ചിരിക്കില്ല. ഒരക്ഷണം പോലും. മേഘനാഥ, നിക്കവിടെ. ഇപ്പൊ വേണ്ട ഈ സാഹസം. എന്തുകൊണ്ട്? എന്തിനാ എന്നെ അമ്മ തടയുന്നേ? ഇനി അവളെ ജീവനോടെ വച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അപകടമാ. ഇന്നെങ്കിൽ ഇന്ന് അവൾ അവസാനിച്ചേ പറ്റൂ. നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് ഒരേ ഒരു തടസ്സം അവള് മാത്രമാ. സുഭദ്ര മരിക്കുമ്പോ വയറ്റിൽ മറ്റൊരു ജീവൻ കൂടിയുണ്ട്. നിന്റെ മകൻ കാശിനാഥൻ. സുഭദ്രയെ നമുക്ക് കൊല്ലാം, പക്ഷേ കാശി നമുക്ക് ജീവനോടെ വേണം. എന്താ വേണ്ടേ നിനക്ക്? ഞാനത് ഓർത്തില്ല. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. എന്റെ സ്വന്തം ചോരയവൻ. അവനെ ഞാൻ നശിപ്പിക്കാൻ പാടില്ല ഒരിക്കലും. അതെ, അതാണ് അതിന്റെ ശരി. ഒരിക്കൽ നീ എന്നോട് നടത്തിയ ഉപദേശം ഞാൻ തിരികെ ഉപദേശിക്കുക. ഇപ്പൊ വേണ്ടത് ക്ഷമയാ. അമ്മയും കുഞ്ഞും രണ്ടും രണ്ട് പാത്രമായി വേർതിരിയട്ടെ. അത് കഴിഞ്ഞു മതി ഈ നടപടി. അതുവരെ ഈ വിഷം ഞാൻ സൂക്ഷിക്കും. ആവശ്യമുള്ള പൊത്താരാ മാത്രം. ഒരെട്ടെട്ട് ഇരട്ട് 16 324 4 32 5 40 6 46. ഏയ് നിർത്ത് നിർത്ത് നിർത്ത്. 6 46 48. നേരത്തെ ഇതേ സ്ഥലത്താണ് നീ തെറ്റിച്ചത്. ഇനി ഒരു 5 പ്രാവശ്യം ഇത് എഴുതി പഠിക്കേ, അപ്പോഴേ ഓർമ്മിക്കുള്ളൂ. എല്ലാരെയും അമ്മ കാപ്പി കുടിക്കാൻ വിളിക്കുന്നുണ്ട്, ചെല്ല്. നിന്നോട് ആ രാമൻകുട്ടിയെ വിളിക്കാൻ പറഞ്ഞിട്ട് എന്തായി? ഇന്ന് തന്നെ പറമ്പിന്ന് തേങ്ങ ഇട്ടില്ലെങ്കിൽ അത് മുഴുവൻ കൊഴിയാൻ തുടങ്ങും. ദേ ഇപ്പൊ പോവാച്ചാ, ഈ ഉടുപ്പൊന്ന് മാറ്റിക്കോട്ടെ. താനീ കല്യാണവും സ്വപ്നം കണ്ട അങ്ങോട്ട് വന്നാൽ ഈ കൊച്ചു കൂരയെ ഇടിച്ചു നിരത്തി നിന്നെയൊക്കെ ഇതിനകത്തിട്ട് പൊതച്ചു കിടത്തും ഈ മേഘനാഥൻ. മനസ്സിലായോടോ? ഈശ്വര, ഇതൊരു പ്രശ്നമാവുമല്ലോ.
നീ ഇതെവിടേക്കാ? രാമൻകുട്ടിയെ വിളിക്കാൻ. അതിപ്പോ വേണ്ട, ഞാൻ വിളിച്ചോളാം. നീ അത്തേറിപ്പോ. അല്ല അച്ഛാ, എനിക്ക് ജയ്ഹിന്ദു വായനശാല കയറി പുസ്തകം എടുക്കാനുള്ളതാ. അതിനടുത്തല്ലേ രാമൻകുട്ടിയുടെ വീട്. നീ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അത്തേറിപ്പോ. ഇവനെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? കേറിപ്പെടാത്. നടക്ക്. അച്ഛാ അവിടെ നിൽക്ക്. എന്താ അച്ഛാ, അച്ഛനെന്താ ഇങ്ങനെ ബലം പ്രയോഗിക്കുന്നേ? കാര്യമുണ്ട്. ആ തൃപ്പങ്കോട്ട രാധ ഇപ്പൊ ഇങ്ങോട്ട് വരിക. അവളെ കാണാനോ സംസാരിക്കാനോ ശ്രമിച്ച നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, അവള് പോകുന്നതുവരെ മിണ്ടാതെ ഇവിടെ ഇരുന്നോണം. പക്ഷെ അച്ഛാ, പറയുന്ന അനുസരിച്ചാ മതി. പുറത്തിറങ്ങരുത് നീ. അമ്മായി മോളെ വാ വാ, അകത്തേക്ക് വാ. ആ രുക്മിണി, നമുക്ക് ഇറങ്ങിയാലോ? അല്ല, ഇതാ രാധമോള്. എപ്പോ എത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. അയ്യോ, ഇത് വല്ലാത്തൊരു സമയമായി പോയല്ലോ. ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. പുറത്തേക്കോ? അതെ. ഇപ്പഴേ ഇറങ്ങിയില്ലെങ്കിൽ മോഹൻ ചേട്ടൻ അങ്ങ് പോകും. പിന്നെ 5-6 വർഷം കഴിഞ്ഞാൽ കാണാൻ പറ്റൂ. രുക്മിണിയുടെ സഹോദരൻ മോഹൻ ചേട്ടൻ ഇന്ന് പേർഷ്യയിലേക്ക് പോവുക. ഞങ്ങൾ യാത്രയൊക്കെ ഇറങ്ങുക. മോള് വെറുതെ വന്നതാണോ അതോ? കൃഷ്ണേട്ടനെ കാണാൻ. ഞങ്ങളിന്ന് ഒരുമിച്ച് ലൈബ്രറിയിൽ പോകാന്ന്. അയ്യോ, അവനെ ഞങ്ങൾ രാവിലെ കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചല്ലോ. ഇനി 2-3 ദിവസം കഴിഞ്ഞ് അവൻ മടങ്ങി വരത്തുള്ളൂ. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നത്. അതൊക്കെ മാറി. ഞങ്ങൾ എല്ലാരും ഇനി കുറച്ചു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. മോള് പൊയ്ക്കോ, ഇനി തിരിച്ചു വരുമ്പോ കാണാം. ശരി. ആ, ഇത് മോശമായിപ്പോയി. ആ കുട്ടിക്ക് നല്ല വിഷമമായിന്ന് മുഖം കണ്ടാൽ അറിയാം. അത് സാരമില്ല. ഇപ്പൊ അല്പം വിഷമിച്ചാലും നാളെ ഇതുകൊണ്ട് നല്ലതേ വരും. അച്ഛനീ കാണിച്ച ഒട്ടും ശരിയായില്ല. രാധയോട് ഞാൻ പറഞ്ഞിരുന്നതാ ലൈബ്രറി വെച്ച് കാണാന്ന്. എന്നാ അതും മറന്നേക്ക്. ഇനി ഒരിക്കലും നീ രാധയും തമ്മിൽ കാണില്ല. നിന്നെ ഉടനെ തന്നെ നാട്ടിലെ കുടുംബത്തിലേക്ക് അയക്കാൻ പോവാ. നീ അവിടെ നിന്ന് പഠിച്ചാ മതി. എന്ന് അച്ഛൻ മാത്രം തീരുമാനിച്ചാ പോരാ, ഞാനും തീരുമാനിക്കണം പോണോ വേണ്ടേന്ന്. കൃഷ്ണ, നീ അച്ഛനോടാണ് സംസാരിക്കുന്നത്. അറിയാം, ഇതേ അച്ഛനും ഇതേ അമ്മയൊക്കെ തന്നെയാ എനിക്ക് രാധയോടുള്ള ഇഷ്ടത്തിന് വളം വെച്ചെന്നത്. തൃപ്പങ്ങോട്ട് വാസുദേവൻ അമ്മാവനും ഈ ബന്ധം ഇഷ്ടമാണെന്നും നാളെ ഞാനും രാധയോ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞു. അതിന് വാസുവേട്ടൻ മരിച്ചു. അതെന്താ നീ മനസ്സിലാക്കാത്തെ? പക്ഷെ ഞങ്ങളുടെ ഇഷ്ടം മരിച്ചിട്ടില്ല. നിങ്ങൾ വേണം അത് മനസ്സിലാക്കാൻ. അച്ഛനോടൊരു കാര്യം സംശയമില്ലാതെ ഞാൻ പറയാം. ഞാൻ ഇവിടെ ആയാലും നാട്ടിലെ കുടുംബത്തിലായാലും ഏത് നരകത്തിലായാലും ശരി, രാധയെ മറന്നുള്ളൊരു ജീവിതം എനിക്കുണ്ടാവില്ല. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ അച്ഛൻ വീണ്ടും വേണ്ടി ശ്രമിച്ചാ ഞാൻ അകന്നു പോവുള്ളൂ, എന്റെ സ്വന്തം അച്ഛനിൽ നിന്ന്. ഒടുവില് അതിന് ദുഃഖിക്കാൻ ഇടവരരുത്. മോളെ, ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആളുകളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞൂന്ന് വരില്ല. അത് നമ്മുടെ ആര് തന്നെയായാലും അങ്ങനെ തന്നെ. ഞാൻ നിന്നോട് അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ? അന്വേഷിച്ചു കുഞ്ഞെ. അമ്പലത്തിലും ആലഞ്ചുവട്ടിലും ഒന്നും ആരും ഈശ്വരമ്മയെ കണ്ടിട്ടില്ല. സാധാരണ പ്രഭാത പൂജ മുതൽ പ്രദോഷ പൂജ വരെ നാമവും ജപിച്ച് ഈശ്വരമ്മ ഉണ്ടാകാറുള്ളതാ. ഇനിയിപ്പോ എവിടെ പോയതെന്ന് ആർക്കും അറിയാത്തത്.
അത് പറ്റില്ല. ഈശ്വരിയമ്മയെ കാണാതെ ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല എനിക്ക്. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ന് തന്നെ അതറിയണം. ഞാൻ തന്നെ നേരിട്ട് അവരുടെ ആശ്രമത്തിലേക്ക് പോയാലേ പറ്റൂ.